നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മെ സ്വാധീനിച്ചിട്ടുള്ള എത്രയോ കവിതകളുണ്ട്, എത്രയോ ഈണങ്ങളുണ്ട്. ചിലപ്പോൾ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളിൽ നാം അറിയാതെ നമ്മുടെ ചുണ്ടിലേക്ക് അത്തരത്തിലൊരു ഈണം കടന്നു വരാറില്ലേ? വേദന തോന്നുമ്പോൾ, ദുഃഖം തോന്നുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ചില ഈണങ്ങൾ, ചില ഈരടികൾ നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരാറുണ്ട്. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡിൽ അത്തരത്തിലുള്ള 3 കവിതകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ കവിതകൾ ആത്മീയമായ ദർശനങ്ങൾ നമുക്ക് നൽകുന്നവയാണ്. കാവ്യാമൃതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രീമതി ഏലമ്മ കവിക്കുന്നിൻ്റെ പൂക്കുട എന്ന കവിതാ സമാഹാരത്തിലെ സുവർണകണ്ണി എന്ന കവിതയാണ് നാം ഇപ്പോൾ ഇവിടെ കേൾക്കുവാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനമായ ഘടകം വിശുദ്ധ ബൈബിളാണ് എന്ന് ടീച്ചർ സമർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളോട് വർഷങ്ങളോളം പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല ശീലമുള്ള ടീച്ചർ ഏതൊരു കുഞ്ഞിൻ്റെയും മനസ്സിൽ വിശുദ്ധ ബൈബിൾ ഒരിക്കലും ഒളിമങ്ങാത്ത ഒരു ഉറവിടമാണ് എന്ന് പഠിപ്പിക്കുന്ന രീതിയിലാണ് ഈ കവിത ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ പ്രഭാതത്തിലും വിശുദ്ധ ബൈബിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചുകൊണ്ട് തുടങ്ങുവാനും, കിടക്കുന്ന സമയത്ത് വിശുദ്ധ ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ച് ധ്യാനിച്ച് കിടക്കുവാനും ഈ കവിത തീർച്ചയായും നമ്മെ പ്രചോദിപ്പിക്കും, എനിക്ക് ഉറപ്പുണ്ട്. കവിത നമുക്ക് കേൾക്കാം. വിശുദ്ധ ബൈബിൾ മണ്ണിൻ പ്രശാന്തി, വിശുദ്ധ ബൈബിൾ വിജ്ഞാന കേന്ദ്രം, വിശുദ്ധ ബൈബിൾ വിശ്വസാഹിത്യം, വിശുദ്ധ ബൈബിൾ മണ്ണിനെ വിണ്ണുമായി കോർത്തിണക്കും വിശുദ്ധ ബൈബിൾ മർത്യനു ദൈവം കുറിച്ചു തന്ന മുക്ത സംഗീതം, വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിൾ ഖേദം അകറ്റും, വിശുദ്ധ ബൈബിൾ മോദമിയറ്റും, വിശുദ്ധ ബൈബിൾ ആശങ്കയാറ്റും, വിശുദ്ധ ബൈബിൾ ആശ്വാസമേറ്റും, വിശുദ്ധ ബൈബിൾ.
കിളിച്ചിമല എന്ന തൂലികാനാമത്തിൽ ഏറെ പ്രശസ്തനായ ബഹുമാന്യനായ ഫാദർ വർഗീസ് കിളിച്ചിമലയുടെ കുരിശിൻ്റെ നീരവസ്വരം എന്ന കവിതാ സമാഹാരത്തിലെ ആദ്യ ഗാനമാണ് കുരിശിൻ്റെ മുമ്പിൽ എന്നത്. കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏതൊരു ഭക്തനും തോന്നുന്ന പ്രഥമ വികാരം തനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ മഹാത്യാഗത്തിൻ്റെ ഓർമ്മകളാണ്. ഈ മഹാത്യാഗത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്വയം സമർപ്പിക്കുവാൻ ഈ കവിത നമ്മെ പ്രേരിപ്പിക്കും. ഈ കവിതയുടെ ആലാപനം അത്രമാത്രം സുഖദായകമാണ്. ആ രാഗത്തിൽ, ആ ഈണത്തിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം കുരിശിൻ്റെ മുമ്പിൽ കുരിശിനോട്. കൂപ്പുകൈ കൂപ്പുകൈ താഴ്മയാം പിച്ചകപ്പൂമൊട്ട് തൃപ്പാദത്തിങ്കൽ ഞാൻ അർച്ചിക്കട്ടെ. കൂപ്പുകൈ താഴ്മയാം പിച്ചകപ്പൂമൊട്ട് തൃപ്പാദത്തിങ്കൽ ഞാൻ അർച്ചിക്കട്ടെ. എന്നെ സമുദ്ധരിച്ചിടുവാൻ ചിന്മയൻ മണ്ണിൽ ഉയർത്തിയ പൊൻകുരിശേ. എന്നെ സമുദ്ധരിച്ചിടുവാൻ ചിന്മയൻ മണ്ണിൽ ഉയർത്തിയ പൊൻകുരിശേ. ത്യാഗപ്രഭാവത്തിൻ തൂമണം പേറിക്കൊണ്ടാഗതനായി നീ എൻ്റെ മുൻപിൽ. ത്യാഗപ്രഭാവത്തിൻ തൂമണം പേറിക്കൊണ്ടാഗതനായി നീ എൻ്റെ മുൻപിൽ. ആധ്യാത്മഗ്രന്ഥം തുറക്കവേ കാൺകു ഞാൻ മുത്തു പൊഴിക്കും നിൻ ഭവ്യ ചിത്രം. ആധ്യാത്മഗ്രന്ഥം തുറക്കവേ കാൺകു ഞാൻ മുത്തു പൊഴിക്കും നിൻ ഭവ്യ ചിത്രം. ശ്ലാഘിതേ നിൻ കൽപ്പമേറിയവന്റെ ദിവ്യാഖ്യാനമെത്ര വർണ്ണനീയം. ശ്ലാഘിതേ നിൻ കൽപ്പമേറിയവന്റെ ദിവ്യാഖ്യാനമെത്ര വർണ്ണനീയം. മൂന്നു ലോകങ്ങൾക്കും മൂന്നായി മേവുന്നോൻ മൂന്നിരുമ്പാണിയിൽ തൂങ്ങിടുന്നു. മൂന്നു ലോകങ്ങൾക്കും മൂന്നായി മേവുന്നോൻ മൂന്നിരുമ്പാണിയിൽ തൂങ്ങിടുന്നു. പഞ്ചഭൂതങ്ങൾക്കുമാധാരമായവൻ പഞ്ചക്ഷതങ്ങളണിഞ്ഞിടുന്നു. പഞ്ചഭൂതങ്ങൾക്കുമാധാരമായവൻ പഞ്ചക്ഷതങ്ങളണിഞ്ഞിടുന്നു. ശ്ലാഘിതേ നിൻ കൽപ്പമേറിയവന്റെ ദിവ്യാഖ്യാനമെത്ര വർണ്ണനീയം. ശ്ലാഘിതേ നിൻ കൽപ്പമേറിയവന്റെ ദിവ്യാഖ്യാനമെത്ര വർണ്ണനീയം. കൂപ്പുകൈ താഴ്മയാം പിച്ചകപ്പൂമൊട്ട് തൃപ്പാദത്തിങ്കൽ ഞാൻ അർച്ചിക്കട്ടെ. കൂപ്പുകൈ താഴ്മയാം പിച്ചകപ്പൂമൊട്ട് തൃപ്പാദത്തിങ്കൽ ഞാൻ അർച്ചിക്കട്ടെ. എന്നെ സമുദ്ധരിച്ചിടുവാൻ ചിന്മയൻ മണ്ണിൽ ഉയർത്തിയ പൊൻകുരിശേ. എന്നെ സമുദ്ധരിച്ചിടുവാൻ ചിന്മയൻ മണ്ണിൽ ഉയർത്തിയ പൊൻകുരിശേ.
ഓരോ പുതിയ പ്രഭാതത്തിലേക്കും നമ്മൾ മിഴി തുറക്കുന്നത് ആ ദിവസം നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. വിശ്വപ്രകാശമായ സത്യപ്രകാശമായ ഈശോ വിശുദ്ധ വചനങ്ങളിലൂടെ നമ്മോട് പറയുന്നത് ഭൗതികമായ കാഴ്ചകളേക്കാൾ, ഭൗതികമായ പ്രകാശത്തേക്കാൾ ആന്തരികമായ കാഴ്ചയാണ്, ഉൾക്കാഴ്ചയാണ് നമുക്ക് വേണ്ടതെന്നാണ്. ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ പാരായണം ചെയ്യുമ്പോഴാണ്. സത്യപ്രകാശമേ എന്ന കവിതയിലൂടെ ശ്രീമതി ഏലമ്മ കവിക്കുന്ന് അവതരിപ്പിക്കുന്ന മഹത് ദർശനവും ഇതുതന്നെയാണ്. ഈ കവിത നമുക്കൊന്ന് കേൾക്കാം. ദർശിക്കുവാൻ എല്ലാരിലും നന്മ ആശംസിപ്പാൻ
സർവസാക്ഷി. ധന്യരെ സേവിപ്പാൻ എല്ലാവർക്കുമെല്ലാമായി തീർന്നിടുവാൻ. ഒന്നും കൊതിച്ചിടാധന്യരെ സേവിപ്പാൻ എല്ലാവർക്കുമെല്ലാമായി തീർന്നിടുവാൻ. സത്യപ്രകാശമേ സ്നേഹത്തിൻ പൊൻദീപം ഋതുക്കൾ തോറും തെളിക്കേണമേ. സത്യപ്രകാശമേ സ്നേഹത്തിൻ പൊൻദീപം ഋതുക്കൾ തോറും തെളിക്കേണമേ, തെളിക്കേണമേ. മണ്ണിനും വിണ്ണിനും വർണ്ണം പകർന്നിടും സ്വർണ്ണ പ്രകാശമേ സർവസാക്ഷി. നിർമ്മല സ്നേഹത്തിൻ ചൈതന്യ സാരമേ ധർമ്മ പ്രദീപമേ കൈതൊഴുന്നേ, കൈതൊഴുന്നേ. മണ്ണിനും വിണ്ണിനും വർണ്ണം പകർന്നിടും സ്വർണ്ണ പ്രകാശമേ സർവസാക്ഷി. നിർമ്മല സ്നേഹത്തിൻ ചൈതന്യ സാരമേ ധർമ്മ പ്രദീപമേ കൈതൊഴുന്നേ, 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 കൈതൊഴുന്നേ. വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യത്യസ്തമായ കവിതകളും അവയുടെ ആലാപനവും കേൾക്കുമ്പോൾ ആത്മീയമായ ഒരനുഭൂതിയിലേക്ക് അവ നമ്മളെ നയിക്കും. ഒരുപക്ഷെ വിശുദ്ധ ബൈബിളിൻ്റെ ദർശനങ്ങൾ നാം അറിയാതെ നമ്മെ സ്വാധീനിക്കും. കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ, ചിലപ്പോൾ നമ്മെ ദ്രോഹിക്കുന്നവരോട് നാം അറിയാതെ ക്ഷമിക്കാൻ, അല്പം കൂടി കരുണ കാണിക്കാൻ ഈ കവിതകളുടെ ശ്രദ്ധാപൂർവമായ കേൾവി നമ്മളെ സഹായിക്കും. ഇന്ന് നാം കേട്ട ഈ കവിതകളെല്ലാം ക്രിസ്തുവിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ. വിശുദ്ധ കുരിശിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വയ്ക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ.